എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വിഷയം വളരെ ഗൗരവമായി അവതരിപ്പിക്കുമെന്ന് സത്യനാരായണൻ ഡേവിസും ഒക്കെ പറഞ്ഞെങ്കിലും അത്ര ഗൗരവമായി അവതരിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു മുന്നൊരുക്കം ഞാൻ നടത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ കാറ്ററാക്ട് സർജറി കഴിഞ്ഞ് വായിക്കാനൊന്നും പറ്റാതെ ഇരിക്കുകയാണ്. ഇത് വെറുതെ അലങ്കാരത്തിന് വെച്ചിരിക്കുന്നതാണ് ഈ കണ്ണട. അതിനി മാറി നേരെ ഒരു കണ്ണട കിട്ടുമ്പോഴേ എനിക്ക് വായിക്കാനൊക്കെ പറ്റുള്ളൂ. സ്വതവേ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുമ്പോൾ ഒരു കുറിപ്പ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യാറുണ്ട്. അതിനും എനിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പം ഞാൻ സ്കെച്ച് പെന്നുകൊണ്ട് വളരെ വലുപ്പത്തിലൊക്കെ കുറച്ച് കാര്യങ്ങൾ 1-2 പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കാര്യമൊക്കെ, അതായത് അവതരണമൊക്കെ സഖാവ് ഉണ്ണിച്ചക്കൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറയുകയാണ്. അതേസമയം സെക്യുലർ ഫോറം ഇങ്ങനെ ഒരു പരിപാടി വയ്ക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ സത്യനാരായണൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് വളരെ വലിയ ആവേശം തോന്നി. കാരണം ഇതൊക്കെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത് എൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഇൻറ്റിമസിയുടെ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് വളരെ ചിട്ടപ്പെടുത്തിയ ഒരു അവതരണം അല്ലാതെ പലപ്പോഴായി ഞാൻ കേട്ടതും വായിച്ചതുമായ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ ഒരു ചർച്ചയ്ക്കായിട്ട് ഇവിടെ അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ചെറിയ ഒരു തോതിലൊരു ആത്മാംശം കൂടെ അതിനകത്തേക്ക് ഞാൻ കടത്തിവിടും. ഞാൻ ആത്മകഥ എഴുതാനുള്ള, അല്ലെങ്കിൽ എഴുതിയാൽ തന്നെ അത് ആരെങ്കിലും വായിക്കാനുള്ള സാധ്യത തീരെ ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു അവതരണം എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ ഒരിക്കലും കൊണ്ടുവരരുത് എന്നുള്ള അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ഈ ഇടതുപക്ഷത്ത് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വലതുപക്ഷം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളിപ്പോൾ വെറുതെ ഇവിടെ ഈ സൊസൈറ്റിയിൽ ജീവിച്ചിരുന്നാൽ മതി, നമ്മൾ വലതുപക്ഷത്തായിരിക്കും. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ CPIയിലോ CPMലോ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലോ ഒന്നും മെമ്പർഷിപ്പ് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്ന ആ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരോട് പലരോടും സംസാരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ജാതിയൊന്നുമില്ല. അങ്ങനെ പ്രത്യക്ഷത്തിൽ അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം നമുക്കിപ്പോൾ ഡേവിസ് പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അങ്ങനെയൊന്നും ഇല്ലാതെ അതൊക്കെ ഒറ്റയ്ക്കും തറ്റയ്ക്കുമുള്ള ചില സംഭവങ്ങൾ മാത്രമാണ്. അതിനെ ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും അങ്ങനെ കരുതുന്ന. അപ്പം നിതിൻ രാജിൻ്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ ഇടതുപക്ഷത്തുള്ള ചർച്ചകളിൽ തന്നെ ഇത്തരത്തിലൊന്നും നിലനിൽക്കുന്നില്ല എന്നും അത് ആത്മഹത്യ ചെയ്തത് ജാതീയമായ പരാമർശത്തിൻ്റെ പേരിലല്ല എന്ന് പറഞ്ഞ് വളരെ ശക്തിയായി വാദിക്കുന്ന സോക്കോൾഡ് ഇടതുപക്ഷക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ജാതി തിരിച്ചു വരുന്നു എന്ന് ഡേവിസ് പറഞ്ഞതിനോടും എനിക്ക് യോജിപ്പുണ്ട്. ജാതി എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിനാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ആത്മാംശം കലർത്തിക്കൊണ്ട് ഞാൻ കുറച്ച് സംസാരിക്കുന്നു പറഞ്ഞു. ഞാൻ കുറേ കാലം, വർഷങ്ങൾക്ക്, ഒരു 50-70 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അച്ഛനും അമ്മ നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. നായരൊന്നുമില്ല, ശൂദ്രനാണ്. ഈ വർണ്ണാശ്രമത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ശൂദ്രനാണ്. നായരുടെ വിചാരം നമ്പൂതിരിയുടെ നേരെ അസിസ്റ്റൻ്റ് ആണെന്നാണ്. നായരുടെ അങ്ങനെ ഒരു ധാരണയോട് കൂടിയിട്ടാണ് നായർ ജീവിക്കുന്നത്. അപ്പോൾ ഈ നായർ സമുദായത്തിലുള്ള എൻ്റെ അമ്മയും ഈഴവനായ കർഷക തൊഴിലാളിയായ പരമദരിദ്രനായ എൻ്റെ അച്ഛനും തമ്മിലുള്ള വിവാഹം അത് ആ കാലത്താണ്, വളരെ മുമ്പാണ്. എനിക്കിപ്പോൾ 68 വയസ്സായി. നമുക്ക് ആലോചിച്ചാലേ അറിയാം. ഞാൻ അതിൻ്റെ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല. അതിനുശേഷം ഞങ്ങൾ ജീവിച്ചത്, ജനിച്ചപ്പോൾ മുതൽ ഇന്നിപ്പോൾ സത്യനാരായണൻ എന്നെ വിളിക്കാൻ വന്നത് വരെയും ജീവിച്ചത് ആ ചേലാട്ട് എന്ന് പറയുന്ന തറവാടിൻ്റെ അവിടുന്ന് ഭാഗം കിട്ടിയ വീടുകളിലാണ് താമസിച്ചത്. അവിടെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്.
അതെനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. എൻ്റെ അച്ഛൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ, പൂർത്തിയാക്കാത്ത ആത്മകഥ എഴുതി വെച്ചതിൽ ആദ്യം പറയുന്നത് അദ്ദേഹം പഠിക്കാൻ പോയിട്ട് അദ്ദേഹം ജാതിയുടെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന വിവേചനങ്ങളും അതിൻ്റെ പേരിൽ ഒരു സ്കൂളിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതും മറ്റൊരു മിഷണറി സ്കൂളിൽ ചേർന്ന് പഠിച്ചതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അച്ഛൻ. തീപ്പെട്ടി കമ്പനിയിൽ തൊഴിലാളിയായി പോയതുമൊക്കെ. തീപ്പെട്ടി കമ്പനിയിൽ തൊഴിലാളിയായിട്ടുള്ള ഈ അവർണനെ നമ്പൂതിരിയുടെ നേരെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള നായർ സമുദായത്തിന് സഹിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം, അതും കമ്മ്യൂണിസ്റ്റുകാരൻ, ദരിദ്രൻ, അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഞാൻ കൃത്യമായിട്ട് ജാതി അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലുള്ള അവഗണനകൾ, വിവേചനങ്ങൾ വളരെ സട്ടിലായിട്ട് പ്രബുദ്ധമായൊരു ഇതാണെന്ന് ആലോചിക്കണം. ചേലാട്ട് എന്ന് പറയുമ്പോൾ ചേലാട്ട് അച്യുതമേനോൻ്റെ വീട് തന്നെ. ആ വീട് എൻ്റെ മതിൽ, അതായത് ആ തറവാട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റും കുറേ വീടുകളാണ് മക്കൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത്, മുത്തച്ഛൻ കൊടുത്തിട്ടുള്ള വീടുകൾ. ആ വീടിൻ്റെ മതിൽ പൊക്കിക്കെട്ടണം. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇത്തിരി താഴത്തുള്ള ഞങ്ങളെ കാണുന്നു എന്നുള്ളത് കൊണ്ട് മതിൽ പൊക്കിക്കെട്ടണം എന്ന് പറഞ്ഞ ബന്ധുക്കൾ എനിക്കുണ്ട്. എൻ്റെ അമ്മമ്മ ഏറ്റവും നന്നായിട്ട് നോക്കിയിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. അമ്മമ്മയുടെ ശ്രാദ്ധത്തിന് എൻ്റെ അമ്മയെ, ശ്രീ സത്യഭാമയെ, കമ്മ്യൂണിസ്റ്റുകാരിയാണെന്നതുകൊണ്ടും കർഷക തൊഴിലാളിയായ ഒരു ഈഴവനെ വിവാഹം കഴിച്ചതുകൊണ്ടും ആ ശ്രാദ്ധത്തിന് വിളിക്കാതിരിക്കുകയും അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരി ആയിരിക്കെ തന്നെ ആചാരങ്ങളിലൊന്നും വിശ്വാസമില്ലാതിരിക്കെ തന്നെ അമ്മ സ്വന്തമായിട്ട് ഞങ്ങളുടെ വീട്ടുമുറ്റത്തൊരു ശ്രാദ്ധം കഴിക്കുകയും കാക്കയൊന്നും അവിടേക്ക് പോയില്ല, എൻ്റെ അടുത്തേക്കാണ് വന്നതെന്ന് അഭിമാനിക്കുകയും ചെയ്ത അവർ കൈകൊട്ടിയേ ഉള്ളൂ. അമ്മ ശ്രാദ്ധത്തിലാണ് കാക്കകൾ വന്നത് എന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നു. അപ്പം പല സന്ദർഭങ്ങളിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പമുള്ളതല്ല എന്നുള്ള ഒരു ബോധ്യം ഉള്ളിൽ ഒരു അപകർഷതാബോധമായി ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഈ പറയുന്ന നായർ തറവാട്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അപകർഷതാബോധം അതെനിക്ക് വളരെ പറയുമ്പോൾ എൻ്റെ മൈക്രോ എൻവയൺമെൻ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. സഖാവും കൂടി കേൾക്കണം. അവിടെ ജാതി പ്രത്യക്ഷത്തിൽ ഈ ജാതി വിവേചനങ്ങളെക്കുറിച്ചുള്ള വർത്തമാനങ്ങളില്ല. വളരെ സേഫായിട്ടുള്ള, വളരെ സെക്യുലറായിട്ടുള്ള മനുഷ്യർ വരുന്ന ഒരു സ്ഥലമാണ്. അത് ഇതുപോലെയാണ് ഈ ഒരു മൈക്രോ എൻവയൺമെൻറ്റ് പോലെയാണ്. അവിടെ എനിക്ക് വളരെ ആഹ്ലാദമാണ്. ഞാൻ ഒന്നും അറിയുന്നില്ല. ഇവിടെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുമായിട്ട് ഇടപെടുമ്പോൾ ഞാൻ അറിയുന്നുണ്ട് എവിടെയൊക്കെയാണ്. എനിക്ക് എണ്ണി പറയാൻ പറ്റില്ലെങ്കിൽ എനിക്കറിയാം. അങ്ങനെ ഉണ്ടായ അപകർഷതാബോധത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ കണ്ടൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ, വലുതാകുമ്പോൾ ഒരു നായരെ തന്നെ കല്യാണം കഴിക്കണം. ചിലപ്പോൾ എൻ്റെ ഈഴവനെ കല്യാണം കഴിച്ചാൽ അമ്മ താഴോട്ട് പോയെങ്കിൽ നായരെ കല്യാണം കഴിച്ചാൽ ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് പൊക്കോളും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു നായരെ കണ്ടെത്തി. അങ്ങനെ അതാണ് വി അരവിന്ദാക്ഷൻ്റെ അനിയൻ, ഇപ്പോൾ ജി മേനോൻ എന്നടയാളപ്പെടുത്തുന്ന ഗോപകുമാർ. ആ കണ്ടെത്തിയോടുകൂടി അന്നേ അവൾക്ക് സകല ഗ്രഹവും പിഴച്ചു എന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയിട്ടുണ്ട്. അതുപോലെയായി ആ കല്യാണം. നായർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് പോട്ടെ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട്, ഇനിയും ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ആത്മകഥ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അതിന് വായനക്കാരെ കിട്ടാനും കൂടിയാണ് ഞാനിവിടെ ഇത് പറഞ്ഞത്. എനിവേ, അപ്പോൾ ജാതി ഇല്ല എന്ന് പറയണ്ട. ജാതി എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു. ജാതി ഇപ്പോഴും ഉണ്ട്. അത് മുമ്പത്തെ പോലെ സട്ടിലായിട്ടുള്ള ജാതിയല്ലാതെ വളരെ തുറന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും അല്ലെങ്കിൽ പറയുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഇടതുപക്ഷത്തും ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഒരു വൈക്ലഭ്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൽ ഡേവിസ് വളരെ കാര്യമായിട്ടുള്ള ചില പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ജാതി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ, അതിൻ്റെയൊക്കെ അഗ്നി എന്താണ് കെട്ടുപോയതെന്നൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ചില പോയിന്റ്സ് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് ചില പോയിന്റ്സ് പറയാനുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. കുട്ടംകുളം സമരം എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയ ആവേശം തോന്നി. കാരണം കുട്ടംകുളം സമര നായികയായിരുന്ന PC കുറുമ്പയെ കാണാൻ നമ്മുടെ യുവകലാസാഹിതി ഒരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യുവകലാസാഹിതി ഒരു പരിപാടി ആവിഷ്കരിച്ച് അങ്ങനെ ഞങ്ങൾ PC കുറുമ്പയെ കാണാൻ പോയി.
PC കുറുമ്പയെ കാണാൻ പോയി കഴിഞ്ഞാൽ ഞാൻ VV രാഘവൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ കൈ രണ്ട് കൈ കൊണ്ടും കൂട്ടിപ്പിടിക്കുകയും ഇങ്ങനെ കാണിക്കുകയും ചെയ്തു. അത് ആ അവസരത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വളരെ എന്താ പറയണ്ടേ താഴ്ന്നുപോയി. എൻ്റെ ഉള്ളിലുള്ള ഈ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അപകർഷതാബോധത്തെ മറികടക്കാൻ ഞാൻ കരുതിയിരുന്ന ആ ലോകത്ത് നിന്നും അവരെന്നെ വലിച്ച് താഴെയിട്ട പല സന്ദർഭങ്ങളിൽ ഒന്നും കൂടിയായിരുന്നത്. ആ ഒരു ഓർമ്മ കൂടി ഇപ്പോൾ വരികയാണ്. PC കുറുമ്പയെക്കുറിച്ച് പിന്നീട് ഈ കുട്ടംകുളം സമരത്തെക്കുറിച്ച് ഈ രാജൻ ചരിത്രം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. വായിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. മുമ്പ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർമ്മിക്കാൻ പറ്റില്ല. അതുപോലെ അന്ന് അവിടെ പോയപ്പോൾ ഈ യുവകലാ സാഹിതിയുടെ ലില്ലി തോമസ് പാലോക്കാരനുണ്ടല്ലോ, അവർ ആ സമരത്തിൻ്റെ കാര്യം അന്ന് അനുഭവിച്ച മർദ്ദനങ്ങളും PC കുറുമ്പയെയും സഖാവ് കുമാരനെയൊക്കെ നഗ്നരാക്കി ഈ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ പറഞ്ഞ് പോലീസുകാർ അടിക്കുന്ന കാര്യങ്ങളും ഒക്കെ വിവരിച്ചപ്പോൾ ഇവരാകെ ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാർ അനുഭവിച്ച മർദ്ദനങ്ങളൊന്നും മുമ്പ് കേട്ടിട്ടില്ല. അതുകൊണ്ട് ലില്ലി തോമസ് പാലോക്കാരൻ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന് ആഗ്രഹിക്കുകയും അവരത് എഴുതുകയും ചെയ്തു എന്നൊക്കെയാണ്. അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഡേവിസിന് അറിയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ പോയി. ഇനി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അടക്കും ചിട്ട ഉണ്ടാവില്ല, ഞാൻ കുറിപ്പുകൾ എഴുതിയിട്ടില്ല. അപ്പം ഇതിൽ നമ്മുടെ കേരളത്തിലാണ് ആദ്യമായിട്ടൊരു സർവമത സമ്മേളനം 1924 നടക്കുന്നത്. ന്യൂയോർക്കിൽ നടന്ന സർവമത സമ്മേളനവുമായിട്ട് ഈ സർവമത സമ്മേളനത്തിന് വ്യത്യാസമുണ്ടായിരുന്നു. അത് ഓരോ മതങ്ങളുടെയും അവരുടെ നിലപാടുകളെയോ അല്ലെങ്കിൽ അവരുടെ ആശയ സംഹിതയെയോ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ന്യൂയോർക്കിലെ മതസമ്മേളനത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇത് പല മതസാരവും ഏകമാം എന്നുള്ള ഒരു അടിസ്ഥാന ആശയത്തെ സ്വീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു സമ്മേളനമായിരുന്നു. അതായത് ഇപ്പോൾ പല മതങ്ങൾ, അത് ക്രിസ്തു മതമായാലും ഇസ്ലാം ആയാലും ഹിന്ദു അല്ലെങ്കിൽ ബുദ്ധമതം, ഇതിനൊക്കെ ഓരോരോ അടിസ്ഥാന ആശയങ്ങളുണ്ട്. സ്നേഹം, സാഹോദര്യം, കരുണ, അങ്ങനെയുള്ള അടിസ്ഥാന ആശയങ്ങളാണ് ഓരോരോ മതവും അവകാശപ്പെടുന്നത്. വാസ്തവത്തിൽ ഈ പറയുന്ന സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ കരുണയോ ഒന്നും നിലനിൽക്കില്ല. അതുകൊണ്ടാണ് പല മതസാരവും ഏകമാം എന്ന് പറയുന്നത്. അപ്പോൾ മതങ്ങളുടെ മൂല്യമെന്ന് പറയുന്നത് ഈ ആശയ സംഹിതയാണ്. അതായത് ഇതിലെല്ലാറ്റിലും ചേർന്ന് നിൽക്കുന്ന സാഹോദര്യം, സ്നേഹം, കരുണ എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള മൂല്യ സംഹിതയിലാണ് എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത്. എന്നാൽ മതങ്ങളെ ചൊല്ലിയുള്ള ആചാരങ്ങളാകട്ടെ ഈ പറയുന്ന മൂല്യബോധത്തിൽ നിന്നും എത്രയോ വിഭിന്നമാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരു കാലത്ത് ഇതുപോലെ പല മതസാരവും ഏകമാം എന്ന ആശയം മുന്നോട്ട് വെച്ച് നടക്കാൻ തുടങ്ങിയ ഒരു സമൂഹം പിന്നെ എപ്പോഴാണ് ഈ ആചാരങ്ങളിലേക്ക് വഴുതി മാറിയത് എന്നുള്ള അന്വേഷണമാണ് വാസ്തവത്തിൽ വേണ്ടത്. അതിൽ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് TT ശ്രീകുമാറിൻ്റെ പുസ്തകത്തിലാണ് ഞാൻ വായിച്ചതെന്നാണ് തോന്നുന്നത്. അദ്ദേഹം എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇതിനെ നവോത്ഥാന ദുരഭിമാനം എന്ന് മലയാളി സമൂഹത്തിൻ്റെ ഒരു നിലപാടിനെ നവോത്ഥാന ദുരഭിമാനം എന്ന് TT ശ്രീകുമാർ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ സർവമത സമ്മേളനത്തിന് ശേഷം, അതുപോലെ വൈക്കം സത്യാഗ്രഹം, ഇങ്ങനെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ വന്നതിന് ശേഷം ജാതി വിരുദ്ധ പോരാട്ടങ്ങളുടെ തീവ്രത കുറഞ്ഞുപോയി. അതായത് ജാതി പരിഷ്കരണം, ജാതിക്കകത്തുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ശാസ്ത്രവിരുദ്ധതയ്ക്കെതിരെയുള്ള സമരങ്ങളും അതുപോലെ തന്നെ ഈ വിവേചനങ്ങൾക്ക്, തൊട്ടുകൂടായ്മ പോലെയുള്ള വിവേചനങ്ങൾക്കെതിരെയുള്ള സമരങ്ങളുടെയൊക്കെ തീവ്രത കുറഞ്ഞു പോയത് ഈ സർവമത സമ്മേളനം, വൈക്കം സത്യാഗ്രഹം മുതലായ സവർണനും അവർണനും ചേർന്നുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭൂമിക സൃഷ്ടിച്ചെടുത്തതിൽ കൂടെയാണ്. അതിനങ്ങനെ ഒരു വശം കൂടി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വസ്തുത നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ വരുന്നു. അതിനുശേഷം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ജാതി വിവേചനവും ഇതൊക്കെ നിലനിൽക്കെ തന്നെ കർഷക തൊഴിലാളികളുടെ പ്രശ്നം, അതുപോലെ കുലത്തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നം, ഇങ്ങനെയുള്ള ആളുകളുടെ ശുചീകരണ തൊഴിലാളികളുടെ പ്രശ്നം, ഇങ്ങനെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം എടുത്തുകൊണ്ട് സമരത്തിന് ഒരുങ്ങുകയും
അവരുടെ ഉന്നമനത്തിനായിട്ട് അതിതീവ്രമായിട്ടുള്ള പോരാട്ടങ്ങൾ, മർദ്ദനങ്ങൾ അടക്കം സഹിച്ച് പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഇവിടെ വർണ്ണത്തിൽ നിന്നും വർഗത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ സംഭവിച്ചുവെന്നും 1970-കൾക്ക് ശേഷം പ്രത്യേകിച്ചും ഈ പറയുന്ന ജാതി വിവേചനത്തെയോ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെയോ അഡ്രസ്സ് ചെയ്യാത്തൊരു തലത്തിലേക്ക് നമ്മുടെ ഇടതുപക്ഷ മനസ്സ് അല്ലെങ്കിൽ സൈക്കി എന്ന് പറയുന്നത് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു നിരീക്ഷണം മുന്നോട്ട് വയ്ക്കുകയുണ്ടായിട്ടുണ്ട്. ഇതിവിടെ ചർച്ച ചെയ്യാനായിട്ട് ഞാൻ പറയുന്ന ഒരു പോയിൻ്റാണ്. പിന്നെ ഒരു 2 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ സൊസൈറ്റി ഫോർ റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന, സൊസൈറ്റി ഫോർ റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റിയാണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ കുറച്ചും കൂടെ രൂക്ഷമാണ്, കാണാനും കൂടെ പാടില്ലായിരുന്നു. അത് വേറെ കാര്യം. ഈ അവർണൻ എന്ന് പറയുന്ന ആളെ സ്വന്തം കണ്ണിന് മുമ്പിൽ വരാതിരിക്കാനുള്ള കുറേ ആചാരങ്ങൾ കൂടി വെച്ചു പുലർത്തിയിരുന്ന ഒരു സവർണ സമൂഹമുള്ള സ്ഥലമാണ് കേരളം. അതിൻ്റെ പിൻപാട്ടുകൾ എന്തായാലും ഈ സമൂഹത്തിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം അന്ന് ഈ സൊസൈറ്റി തമിഴ്നാട്ടിൽ സ്കൂളുകളിലാണ് അന്വേഷണം നടത്തിയത്, ജാതി വിവേചനം ഉണ്ടോ എന്നുള്ളത്. എന്നിട്ട് വളരെ രൂക്ഷമായ തോതിൽ ഇപ്പോഴും 2 വർഷം മുമ്പാണ് ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അത്തരത്തിലുള്ള ഒരു സർവേ കേരളത്തിൽ നടക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലൊരു സർവേ നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്നും തെളിഞ്ഞു വരുന്ന ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ആർജവം ഇടതുപക്ഷം കാണിക്കുമോ എന്നതൊക്കെ ഒരു ചോദ്യമായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ 2ാം കേരള പഠനം കഴിഞ്ഞപ്പോൾ മുന്നോട്ട് വന്ന കാര്യങ്ങൾ എന്താണ്? സർക്കാർ ഉദ്യോഗത്തിൽ എത്ര ശതമാനമാണ് അവർണരുള്ളത്? അതുപോലെ മുസ്ലിം പോപ്പുലേഷൻ, അവർണരുടെ ഈ SC/ST വിഭാഗത്തിലുള്ളവരുടെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠനം പുറത്തു വന്നിട്ടുണ്ട്. അത് ഉറക്കി വിളിച്ചു പറയാനോ അതൊരു ചർച്ചയ്ക്ക് കൊണ്ടുവരാനോ ഉള്ള ആർജവം ഇടതുപക്ഷത്തുള്ളവർ കാണിക്കുമോ? അല്ലെങ്കിൽ അത്തരത്തിൽ ഈ നിതിൻ രാജിൻ്റെ കാര്യത്തിൽ ജാതി വിവേചനമൊന്നും ഇല്ലാതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഇത്ര തീവ്രമായി വരികയും ഒരു ആത്മഹത്യയിൽ അവസാനിക്കുകയും ചെയ്യുന്നത് ഒറ്റപ്പെട്ടതാകാമെങ്കിലും ഒരു സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയാം ജാതി വിവേചനമുണ്ട്. ഒരു അഡ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുട്ടികളെ നോക്കിയിട്ട് കണ്ടാൽ തോന്നില്ല SC ആണെന്നുള്ളത് എത്രയോ തവണ ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റൈപ്പൻഡ് കിട്ടുന്നത് പഠിക്കാൻ ക്ലാസ് കട്ട് ചെയ്യുന്ന ആൺകുട്ടികൾ എപ്പോഴും ഉണ്ട്. ക്ലാസ്സിൽ കയറാത്ത ആൺകുട്ടികൾ ധാരാളം ഉണ്ട്. ഞാനൊരു മിക്സഡ് കോളേജിൽ പഠിപ്പിച്ചതാണ്. അതിൽ തന്നെ തിരഞ്ഞു നോക്കിയിട്ട് പഠിക്കാൻ അവന് പണം അങ്ങോട്ട് കൊടുക്കുന്നത്, എന്നിട്ട് അവൻ ക്ലാസ്സിൽ കയറുന്നില്ല. ബാക്കി ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾക്ക് അത്തരത്തിലുള്ള ചാർത്തി കൊടുക്കലില്ല. ഈ റെക്കോർഡ് ബൈൻഡ് ചെയ്യാൻ പൈസയില്ല ടീച്ചറെ, എനിക്ക് കുറച്ചൊരു പൈസ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുമ്പോൾ ഇവരൊക്കെ അത് ആ സമയത്തൊന്നും പറയില്ല. അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് ആ സ്റ്റൈപ്പൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം കുറേ ഡ്രസ്സ് മേടിക്കും, കമ്മൽ മേടിക്കും, മാല മേടിക്കും, അതിനൊക്കെ അവർക്ക് പൈസയുണ്ട്. അത് കഴിയുമ്പോൾ ഇത് വന്ന് പറയാണ്. ഇത്തരത്തിലുള്ള എത്രയോ സംഭാഷണങ്ങൾ 10-32 കൊല്ലത്തിനിടയിൽ കേട്ടിട്ടുണ്ട്. എന്നിട്ട് പുറത്തു വന്നിരുന്ന് പറയുകയാണ് ഒറ്റപ്പെട്ട സംഭവമാണ് ജാതി വിവേചനം. ഒരു അന്വേഷണം നടത്താനുള്ള എങ്ങനെയാണ് അത് നടത്തേണ്ടത് എനിക്കറിയില്ല. ഈ പറഞ്ഞ സൊസൈറ്റി ഫോർ റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി ചെയ്ത പോലെയുള്ള ഒരു സർവേ അല്ലെങ്കിൽ ഒരു അന്വേഷണം എന്തുകൊണ്ടാണ് നടക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മളിലേക്കൊന്ന് നോക്കാത്തത് എന്നുള്ളൊരു ചോദ്യം ഞാൻ ഇവിടെ വെക്കാൻ ചർച്ചയ്ക്ക് എല്ലാം ഇന്ന് തന്നെ ചർച്ച ചെയ്യണമെന്നില്ല. സെക്യുലർ ഫോറത്തിൻ്റെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ചോദിച്ചു, ഇവിടെ ഈ റൂമിന് എന്താ വാടകയെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളൊക്കെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അത് വലിയ വാടക ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് കോർപ്പറേഷൻ്റെ ഒരു ഹാളുണ്ട്, അവിടെ വാടകയൊന്നും കൊടുക്കണ്ട, ഇഷ്ടംപോലെ ചർച്ച ചെയ്യാം. ചർച്ചകൾ അങ്ങനെ തുടർന്നുകൊണ്ടേ പോകട്ടെ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇടതുപക്ഷത്തിനുണ്ട് എന്ന് പറയുന്ന എമ്പതി ഉണ്ടല്ലോ, അതായത് സഹാനുഭൂതി ഉണ്ടെന്നാണല്ലോ അവകാശപ്പെടുന്നത് നമ്മളൊക്കെ. ഈ സഹാനുഭൂതി വരുന്നത് എവിടെ നിന്നാണെന്നും കൂടെ ഒരു പരിശോധന വേണം. അത് കമ്പാഷൻ എന്ന് പറയുന്ന ഒരു ഉള്ളിൽ നിന്ന് വരുന്ന സഹജീവി സ്നേഹത്തിൽ നിന്ന് തന്നെയാണോ, അതോ ഞാനും നീയും ഒന്ന് തന്നെയാണെന്നുള്ള
കമ്പാഷൻ. ആ കമ്പാഷൻ ഉണ്ടെങ്കിൽ പ്രകൃതിയെ തന്നെ തിരിച്ചറിയുന്നതിലുമൊക്കെ ഒരുപാട് വ്യത്യാസം വരും. ആ കമ്പാഷനിൽ നിന്നാണോ ഈ പറയുന്ന എമ്പതി വരുന്നത്, അതോ ടോളറൻസിൽ നിന്നാണ്? ടോളറൻസ് വളരെ എന്താ പറയുക, പ്രശ്നഭരിതമായിട്ടുള്ള ഒരു വാക്കാണ്. സഹിഷ്ണുത. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നു, ഇനി എൻ്റെ ജീവിതം ജീവിച്ചു, എനിക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതുകൊണ്ട് ജാതി വിരുദ്ധതയോ അല്ലെങ്കിൽ ജാതി വിവേചനമോ നടക്കുന്നത് എനിക്ക് പ്രശ്നമല്ലാതായിത്തീരുന്നു. കാരണം എനിക്ക് ജാതിയൊന്നുമില്ല, ഞാൻ ജാതി അങ്ങനെ നോക്കാറില്ല. വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ പറയുമല്ലോ ഞാൻ ജാതി എഴുതാറില്ല. അപ്പോൾ ജാതി പറയേണ്ട ആവശ്യമുള്ള ആളുകൾ, അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ ജാതി പറയേണ്ട ആവശ്യമുള്ള ആളുകളുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സവർണൻ പറയുകയാണ് ഞാൻ ജാതി പറയാറില്ല. അതൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വരുന്നതാണെന്നേ, അത് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി ശ്രീകുമാർ പറഞ്ഞ പോലെ സവർണനും അവർണനും ചേർന്നുള്ള പ്രക്ഷോഭങ്ങൾക്കും മൂവ്മെൻറ്റുകൾക്കും വലിയ പ്രാധാന്യം വരുമ്പോൾ തന്നെ അതിനകത്തുള്ള സവർണന് പ്രാധാന്യം കൂടുതലുണ്ട്. നോക്കൂ, അയാളൊരു നമ്പൂരിയാണ് കേട്ടോ, എന്നാലും അയാൾ ഇതിൽ വരുന്നു. അപ്പോൾ അയാൾക്കിതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, എന്നാലും അനുഭവിക്കുന്ന ആളുകളെ കണ്ടിട്ട് അയാൾ വന്നില്ല. അപ്പം അതിനൊരു ഇതാണ്, ഒരു വലിയതാണ്. അയ്യോ അവരൊരു പ്രൊഫസറാണ് കേട്ടോ, എന്നിട്ട് അവരിതിനൊക്കെ വന്നു, അപ്പം അത് വലുതാണ്. ഇതിലെവിടെയാണ് കമ്പാഷൻ? നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടല്ലേ ഈ വർത്തമാനം പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം, നിങ്ങളുടെ ടോളറൻസ്, നിങ്ങളുടെ എമ്പതി വരുന്നത് വെറും ടോളറൻസിൽ നിന്നാണോ അതോ അടിസ്ഥാനപരമായിട്ടുള്ള കമ്പാഷനിൽ നിന്നാണോ എന്നുള്ള ചോദ്യത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നത്തിൻ്റെ ഉത്തരത്തിനടുത്തേക്ക് നമ്മൾ വരികയും പ്രശ്നപരിഹാരം സാധ്യമാവുക എന്ന സ്വപ്നത്തിനടുത്തേക്ക് ചെല്ലുകയും ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, ഇത്രയൊക്കെയാണ് ജാതി കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. അദ്ദേഹം ഉണ്ടല്ലോ അവിടെ, ഇക്ബാലും ഉണ്ട്, കുക്കുണ്ട്, കിട്ടമാഷുണ്ട്. ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ ജാതിയെക്കുറിച്ച്. പിന്നെ മറ്റൊരു കാര്യം, ജനാധിപത്യം ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഇപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ഞാൻ വർത്തമാനം പറയേണ്ട കാര്യമില്ല. വളരെ നല്ലൊരു വാചകം ആരുടേതാണെന്ന് ഞാൻ ഓർക്കണില്ല, ഇപ്പോഴത്തെ ഒരാളാണ് പറഞ്ഞു, ഈ ജനാധിപത്യം മുമ്പൊക്കെ വോട്ടർമാർ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുകയായിരുന്നു, ഇപ്പോൾ ഭരണാധികാരികൾ വോട്ടർമാരെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഭരണാധികാരികൾ വോട്ടർമാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയുടെ പേരാണ് SIR എന്ന് പറയുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലത്ത് ഇലക്റ്റഡ് ഓട്ടോക്രസി എന്ന് പോലും പറയാൻ പറ്റില്ല, ഓട്ടോക്രസി തന്നെയാണ്. എന്ത് ഡെമോക്രസി ഇത്? ഈ ഒരു SIR വഴി 27 ലക്ഷം ആളുകളെ ബംഗാളിൽ പുറത്താക്കി, ബീഹാറിൽ പുറത്താക്കി. ഇതൊക്കെ നടക്കുമ്പോഴും കേരളത്തിൽ ഇലക്ഷൻ വന്നപ്പോൾ SIR ഒരു വലിയ വിഷയമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് കൊണ്ടുപോകുക ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണത്. അത് പരക്കാല പ്രഭാകരൻ ഈ നമ്മുടെ ഇലക്ഷന് മുമ്പ് തന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇടതുപക്ഷം ആദ്യം എടുക്കേണ്ട പ്രശ്നം SIR ആണ്. എടുത്തോ? ഇല്ല. അപ്പോൾ വോട്ടറിനെ തന്നെ ഭരണകൂടം തിരഞ്ഞെടുക്കുന്ന സ്ഥിതിയാണ്. ബാക്കിയുള്ളതിൻ്റെ കാര്യം പറയണ്ടല്ലോ, എക്സിക്യൂട്ടീവിൻ്റെയോ ജുഡീഷ്യറിയുടെയോ ലെജിസ്ലേച്ചറിൻ്റെ കാര്യമോ ഒന്നും നമുക്ക് ഇവിടെ ഈ സദസ്സിൻ്റെ മുമ്പിൽ വിളമ്പേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഏത് പ്രതിസന്ധിയിലാണ് വന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. മറ്റൊന്ന്, വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം, അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോൾ വായനയില്ല, ഒരു ചർച്ച കണ്ടു. ആ ചർച്ചയിലുണ്ടായിരുന്നത് NS മാധവൻ, പിന്നെ രാജഗോപാൽ, അദ്ദേഹത്തിന് പാസ്പോർട്ട് നിഷേധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സുനിൽ പിള്ളയുടെ. അതിലവരൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിൽ NS മാധവൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ ചർച്ചയ്ക്ക് വയ്ക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം, ഇതാണല്ലോ അടിസ്ഥാന മൂല്യങ്ങൾ. കുക്കു ഉണ്ട്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സാഹോദര്യം, സമത്വം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, ഈ അടിസ്ഥാന മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള
ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. പക്ഷേ ഏതു തരത്തിലുള്ള സമൂഹത്തിലേക്കാണ് ഈ ഭരണഘടന എത്തിയത് എന്ന് ആലോചിക്കാം. അവിടെയാണ് അംബേദ്കർ പറഞ്ഞ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രസിയും എക്കണോമിക് ഡെമോക്രസിയും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പൊളിറ്റിക്കൽ ഡെമോക്രസി അത് പൂർണ്ണതയിലെത്താനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അദ്ദേഹം ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്. ഇത് വളരെ ചിന്തനീയമായിട്ടുള്ള, അതായത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം വന്ന ഭരണഘടന പോലെയൊന്നുമല്ല. ഇവിടെ സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഭാരത സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ചേരാത്ത ആശയ സംഹിത ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന. ഈ രണ്ടും തമ്മിലുള്ള വലിയ ഡിവൈഡ്, പോപ്പുലേഷനും ഭരണഘടനയും തമ്മിലുള്ള ഡിവൈഡ്, ആ ഡിവൈഡ് അത് ചുരുക്കി കൊണ്ടുവരേണ്ട ബാധ്യത ഉള്ള ഭരണകൂടങ്ങൾ. അത് ഭരണഘടന എത്ര നന്നായാലും അത് ഭരിക്കുന്നവർ നന്നായിരുന്നാൽ മാത്രമേ ആ ഭരണഘടന കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ എന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിലേക്ക് തന്നെയാണ് NS മാധവൻ ഇത് ചൂണ്ടിക്കാണിച്ചത്. ഭരണഘടനയുടെ ഈ അടിസ്ഥാന മൂല്യങ്ങളും ഇന്ത്യയുടെ സമൂഹവും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യം, ഇന്ത്യൻ സമൂഹവും, അത് പിന്നീട് അതിനെ നികത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ വന്ന പാളിച്ചകൾ, അത് ഒരു ഇപ്പോൾ മാത്രമല്ല, അത് വളരെ മുമ്പ് തന്നെ ആ പാളിച്ചകൾ ഉണ്ട്. നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. പിന്നൊന്ന്, ഇവിടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നതിൽ കേരളീയ സമൂഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡേവിസ് അതിൽ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ അങ്ങനെ വലുതാക്കി നോക്കിയപ്പോൾ ഈ സമൂഹത്തിനെ ഇന്ന് നയിക്കുന്ന സമൂഹത്തിൻ്റെ ചിന്തയെ, ചിന്താപരതയെ അല്ലെങ്കിൽ ചിന്താശേഷിയെ നയിക്കുന്ന, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ കാര്യമല്ല പറയുന്നത്, പൊതുവെ നയിക്കുന്ന മീഡിയയുടെ ഒരു സ്ഥിതിയാണ്. മീഡിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ പൗരനായിരിക്കണം. പൗരനായിരിക്കണമെങ്കിൽ പൗരബോധം വേണം. പൗരബോധം ഉണ്ടായിരിക്കണമെങ്കിൽ ശാസ്ത്രബോധം വേണം, ചരിത്രബോധം വേണം. ശാസ്ത്രബോധവും ചരിത്രബോധവുമുള്ള ഒരു പൗരൻ ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും വിശകലനം ചെയ്യാനും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനും അത് പ്രതിലോമകരമായ ഒരു ആശയമാണെങ്കിൽ അതിനെ തിരുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമൊക്കെയുള്ള ഒരു ത്വര കാണിക്കും. അപ്പോൾ അതുകൊണ്ട് വിഷയങ്ങളെ സമഗ്രമായി അവതരിപ്പിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് വാസ്തവത്തിൽ മീഡിയകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഉണ്ടാകേണ്ടത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഏതെങ്കിലും ഒരു വിഷയം പറയും, അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള ഒച്ചയും ബഹളവും ഉണ്ടാക്കും. ആ ഒച്ചയും ബഹളത്തിൻ്റെ പിന്നാലെ കുറേ പേര് പോകും. അത് കഴിഞ്ഞ് അടുത്ത ഒച്ചയും ബഹളവും വരും. ഇതൊന്നും തികച്ചും യാദൃച്ഛികമായിട്ടുണ്ടാകുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതും ഒരു പദ്ധതിയാണ്. മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. കോർപ്പറേറ്റുകൾക്കറിയാം ചിന്താശേഷിയുള്ള, പൗരബോധമുള്ള, ചരിത്രബോധമുള്ള മനുഷ്യൻ ഇത്തരം ഒരു വ്യവസ്ഥക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തും. അതുകൊണ്ട് തന്നെ പൗരനെ ചിതറിപ്പിക്കുകയും വെറും ആൾക്കൂട്ടമായി നിലനിർത്തുകയും ചെയ്യുക എന്നത് അത് അവരുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടിയാണ് മീഡിയ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മീഡിയ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോഴത്തെ വിഷയം ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്ററിൽ പോയി ഭക്ഷണം കഴിച്ചു അല്ലേ? അപ്പോൾ മറ്റേ ഹെലികോപ്റ്റർ പോയി. കുറച്ച് മുമ്പൊരു ഹെലികോപ്റ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? അദാനിയുടെ ആളുകളുമായിട്ട്, അദാനിയും തുറമുഖവും ഹെലികോപ്റ്ററും കച്ചവട ബന്ധങ്ങളും എല്ലാം കൂടി ഒന്ന് റിലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഹെലികോപ്റ്ററിൽ പോയിട്ട് ഊണ് കഴിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ബഹളമാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും മറ്റൊന്ന് കിട്ടും. ഈ ബഹളങ്ങളുടെ ഇടയിൽ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ മുക്കിക്കളയുന്ന മീഡിയയും ഇതെല്ലാം കൂടി ചേരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗാഠമായിട്ടൊന്ന് ആലോചിക്കണം. അവസാനം CJPയുടെ ഒരു ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതിയായും 1-2 കാര്യങ്ങൾ, കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അതിലൊന്ന് അരുന്ധതി റോയ് പറഞ്ഞതാണ്. ഞാൻ ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിൽ വലിയ കാര്യമായിട്ട് എനിക്ക് പങ്കെടുക്കണമെന്നോ അങ്ങോട്ട് പോകണമെന്നോ തോന്നിയിരുന്നില്ല. പക്ഷേ ഒരു സമയത്ത് നമ്മുടെ അഭിജിത്ത് DK പറഞ്ഞു, എൻ്റെ പേര് ഖാലിദ് എന്നായിരുന്നെങ്കിൽ ഈ പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവം ഇതാകുമായിരുന്നില്ല. ഇത് കേട്ടതോട് അപ്പം അരുന്ധതി പറഞ്ഞ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള
ഒരു ബോധ്യത്തിലേക്ക് വരികയും അവരവിടെ ചെല്ലുകയും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഞാനതിൽ കൂടുതൽ പറയുന്നില്ല, മറ്റുള്ളവരുടെ സമയം പോകുക എന്നുള്ളത് കൊണ്ട്. എവിടെയാണ് ഉമർ ഖാലിദ് ഇപ്പോൾ? ഇതുപോലെ ഒരു സമരം നയിച്ചതല്ലേ. സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ടിനെതിരെ സമരം നയിച്ച കുട്ടികൾ ജൻസി തന്നെയായിരുന്നല്ലോ അവരും. ഇപ്പോൾ ജയിലിൽ കിടന്ന് അടുത്ത തലമുറയുടെ പ്രതിനിധാനങ്ങളാകാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന അത്തരത്തിലൊരു ഷർജീൽ ഇമാം, ഇങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ എന്ന് വെച്ചിട്ട് ഈ സമരത്തിന് പ്രാധാന്യമില്ല എന്നുള്ളതല്ല. മറ്റൊന്ന്, ഈ സമരത്തിൽ പ്രധാനപ്പെട്ട അതിൻ്റെ അർത്ഥം ഈ സമരം അതിനെ ഒന്നും അഡ്രസ്സ് ചെയ്തില്ലാന്നോ, അല്ലെങ്കിൽ അതിലൊക്കെ പങ്കെടുത്ത ആളുകൾ ഇതിനകത്ത് വരികയും വലിയൊരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുകയും ചെയ്തു. നമുക്ക് ജനാധിപത്യവാദികൾക്ക് വലിയ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു സമരം തന്നെയാണ്, അതിൻ്റെ ഔട്ട്കമാണ് നമ്മൾ കണ്ടത്. അതിൽ മറ്റൊരു കാര്യം ഞാൻ ഒരാൾ പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് നിവേദിത മേനനാണെന്ന് തോന്നുന്നു, ഈ ഭരണകർത്താക്കളെ, ഭയം കൊണ്ട് ഭരിക്കുന്ന ഭരണകർത്താക്കളെ ഹ്യൂമർ കൊണ്ടാണ് നേരിട്ടത്. കുട്ടികൾ ഉണ്ടാക്കിയ മീമുകളും കാര്യങ്ങളും ഈ റീലുകളും ഒക്കെ തമാശകളാണ്. അതായത് നിങ്ങളെ ഞങ്ങൾ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള ഒരുപാട് റീലുകളൊക്കെ ഉണ്ടാക്കി അവരങ്ങ് പരിഹസിക്കുകയാണ്. നമ്മൾ കണ്ടല്ലോ വീഡിയോകൾ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിനൊക്കെയുള്ള പണം കിട്ടുന്നത്? എല്ലാവർക്കും വെള്ളം കൊടുക്കാനും തണുത്ത വെള്ളം എടുത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നത്, നിങ്ങൾ അറിഞ്ഞില്ലേ, എനിക്ക് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം എൻ്റെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ആ 15 ലക്ഷം രൂപ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള ഹൈന്ദവ ഇതിനെക്കുറിച്ചുള്ള വലിയ പ്രത്യാക്രമണങ്ങളോ വലിയ പ്രസംഗങ്ങളോ ഒന്നുമല്ല. വേറൊരാളോട് ചോദിക്കുമ്പോൾ, ഈ ഗോദി മീഡിയ എന്ന് പറയുന്ന ആൾക്കാർ വരുമ്പോൾ കുറച്ച് അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ ചോദിക്കുമ്പോൾ, ഞാൻ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്ന്, ഇങ്ങോട്ട് വന്നത് പാകിസ്ഥാൻ എനിക്ക് കുറച്ച് പൈസ തന്നു, 40 രൂപ തന്നു. അപ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചു. ഇനി തിരിച്ചെൻ്റെ നാട്ടിലേക്ക് പോകാനായിട്ട് നേപ്പാളിൽ നിന്ന് കുറച്ച് പൈസ വരുന്നുണ്ട്, ആ പൈസ വന്നാൽ ഞാൻ മെട്രോ പിടിച്ച് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകും. ഈ തരത്തിലുള്ള മറുപടികൾ കൊണ്ട് പരിഹാസ്യരാക്കിയത്, ഭരണാധികാരികളെ പരിഹാസ്യരാക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, വലിയ പൊളിറ്റിക്കൽ റെറ്ററിക്കുകളൊന്നും ഇല്ലാതെ തന്നെ ഇൻറ്റിമസി. എല്ലാ ആൾക്കാരും, അജിതയൊക്കെ ഇവിടുന്ന് പോയിട്ട് എന്തൊരു ആവേശപൂർവ്വമാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഒരു ഭാഗത്ത് അജിത പോകുന്നു, മറ്റേ ഭാഗത്ത് ആ പെൺകുട്ടി, ആ എറണാകുളത്തുള്ള അവതാരകയായിട്ടുള്ള പെൺകുട്ടിയില്ലേ, സ്ത്രീയില്ലേ, അവർ പോയി, രഞ്ജിനി ഹരിദാസ് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവരനുഭവിക്കുന്നത് ആ ഇൻറ്റിമസിയാണ്. ഈ പറയുന്ന പൊളിറ്റിക്കലായിട്ടുള്ള വിയോജിപ്പുകളെല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ഇൻറ്റിമസി. അപ്പോൾ ഹ്യൂമർ, ഇൻറ്റിമസി. പിന്നൊന്ന് ഫെമിനിസം. സത്യനാരായണൻ പറഞ്ഞു, ഞാൻ ജെൻഡർ എല്ലാ സ്ഥലത്തും പറയുന്നത്, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഫെമിനിസം, അതിൽ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിക്കുമ്പോൾ, എൻ്റെ പീരിയഡ്സിൻ്റെ സമയമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടെ ആൺകുട്ടിയോടുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി അത് ആഘോഷിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പീരിയഡ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാസം തോറും രക്തം ഇങ്ങനെ പുറത്തു വരുന്ന ഒരു പ്രക്രിയ പുരുഷന്മാർക്കുണ്ടായിരുന്നെങ്കിൽ അത് രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തുക എന്നാണ് പറയുക, പെട്രിയാർക്കൽ സമൂഹത്തിൽ. അത് പറഞ്ഞത് ഗ്ലോറിയ സ്റ്റീനമാണ്, വലിയ ഫെമിനിസ്റ്റാണ്. ഗ്ലോറിയ സ്റ്റീനം എന്ന് പറയുന്ന ഫെമിനിസ്റ്റാണ് പറഞ്ഞത്. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ ആഘോഷിക്കുന്നതെന്ന്. ഉടനെ മോഹൻ ഭഗവത് വരെ വിരളി പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫെമിനിസമാണ് ദേശസ്നേഹത്തിൻ്റെ ശത്രു. ഈ തരത്തിൽ ഇങ്ങനെ ഒരുപാട് നമുക്ക് അതിനകത്ത് നിന്ന് എടുത്തു പഠിക്കാവുന്ന കുറേ കാര്യങ്ങൾ, സമര രീതികളെക്കുറിച്ച് പഠിക്കാവുന്ന കുറേ കാര്യങ്ങൾ, ഈ ആളുകളെ ഒന്നിച്ചു കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ എന്താ പറയുക, ഇപ്പോഴും തിരിച്ചറിയാത്ത ഒരുപാട് പേര് പലതരത്തിൽ അതിനെ വിവരിക്കുന്നത് ഞാൻ കേട്ടു. പിന്നെ നാളിതുവരെ ഇല്ലാതെ ഒരു ദളിത് പ്രക്ഷോഭം നയിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ആവേശഭരിതമായിട്ട് പ്രകീർത്തിക്കാനാവുമെന്നത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള വിശകലനത്തിൽ കൂടി മാത്രമേ പറ്റുള്ളൂ. പെട്ടെന്നുള്ള ഒരു
ഇതിൽ കൂടെയല്ല. സൂക്ഷ്മമായിട്ടുള്ള വിശകലനം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷ്മമായിട്ടുള്ള വിശകലനങ്ങൾക്കും സൂക്ഷ്മമായിട്ടുള്ള പ്രതിരോധങ്ങൾക്കും ഒന്നിച്ചു നിന്നുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.